ആദിഫെരിയുവന്നെകല്ലരുളാലെ ആലത്തിൽ ദൂതർ മുത്താറ്റൽ മുഹമ്മദ് അവരേതു ആയും ബറുക്കത്തും എത്തട്ടെ അല്ലാ കൊള്ളുകാറ്റേ. മംഗലാപുരത്തേക്ക് ഓടിയ ഓടക്കാർ ഓടവും ആളെയും കാണുന്നില്ല റബ്ബേ അല്ലാ കൊള്ളുകാറ്റേ. കണ്ണിൽ കരീമഷി ബിബി ഫാത്തുമാബി അവരുടെ മക്കൾ ഹസൈനും ഹുസൈനാരും അവരെ ദുആയും ബർക്കത്തും എത്തട്ടെ അല്ലാ കൊള്ളുകാറ്റേ. ലക്ഷദ്വീപിലെ നാടോടി പാട്ടുകൾ, കഥാഗാനങ്ങൾ, പുരാവർത്തങ്ങളും ഐതിഹ്യങ്ങളും ഇതൊക്കെ എഴുതുകയും അതേപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ സംസ്കാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കൂടുതൽ പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ഭാഷാ പണ്ഡിതനും ഡോക്ടർ എം മുല്ലക്കോയ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. പുള്ളിപ്പറവ എന്നുള്ളൊരു ബാൻഡ് ലക്ഷദ്വീപിലെ നാടൻ പാട്ടുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡ് രൂപീകരിക്കുകയും അപ്പോൾ അതിലേക്ക് പല പാട്ടുകളും തേടി പോകുമ്പോഴാണ് വളരെ ഭംഗിയുള്ള ലക്ഷദ്വീപിൻ്റെ പൈതൃകങ്ങളെ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള പല പാട്ടുകളും താങ്കൾ എഴുതിയ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ള യാത്രകൾ ഒക്കെ വളരെ റിസ്ക് പിടിച്ചതാണെന്ന് തോന്നിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു യാത്ര എന്ന്? ലക്ഷദ്വീപിൽ നിന്ന് ആദ്യമായി MA മലയാളം എടുത്ത് പഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളുടെ സാഹിത്യം എന്താണ്? അപ്പോൾ അവരോട് മറുപടി പറയാൻ എനിക്കൊരു പുസ്തകവും ഉണ്ടായിരുന്നില്ല. പഠനം കഴിഞ്ഞ് ഞാൻ കോളേജ് ലെക്ചറായി സാഹിത്യകലാ അക്കാദമിയുടെ സെക്രട്ടറിയായി ഇരിക്കുമ്പോഴൊക്കെയും ഞാൻ സംസാരിക്കുന്ന കലാകാരന്മാരോട് ലക്ഷദ്വീപിലെ നാടൻ പാട്ടുകൾ എന്താണ് എന്ന് ചോദിക്കുകയും നോട്ട് ബുക്കിൽ കുറിച്ചു വെക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ഭയങ്കരമായ അന്വേഷണം നടത്തുകയും ദ്വീപുകാരുടെ പാട്ടുകൾ മനോഹരമാണ് എന്ന് ലോകത്തെ അറിയിക്കണം. അങ്ങനെയാണ് ഞാൻ ഈ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെന്നറിയുന്നതിൽ എനിക്കുള്ള സന്തോഷമുണ്ട്. നിങ്ങൾ ആദ്യമായി ലക്ഷദ്വീപിൽ നിന്നും ഒരു സംഗീത ട്രൂപ്പ് ഉണ്ടാക്കി പുള്ളിപ്പറവ എന്ന് പേര് വെച്ചത്, അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടാണ്, ആദ്യം തന്നെ വരുന്ന പാട്ടാണ് പുള്ളിപ്പറവ എന്നത്. അത് ആളുകൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവർ പാടിക്കൊണ്ടേ പോകും. പക്ഷേ അത് പരമ മത്സ്യത്തെക്കുറിച്ചുള്ളതാണെങ്കിലും അത് ശരിക്കും ഒരു പ്രേമഗാനമാണ്. ഇപ്പോൾ പല കുടുംബങ്ങളും മാഷ് തന്നെ പറഞ്ഞു, പല കുടുംബങ്ങളും അവിടെയുണ്ട്, പൈതൃകം പോലെ പാട്ടിനെ കൊണ്ട് നടക്കുന്ന ആളുകൾ. അപ്പോൾ അത്തരം കുടുംബങ്ങളിൽ അവരുടെ വീടുകളിലൊക്കെ പോയി നേരിട്ട് അവരോടൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഇത്തരം പാട്ടുകളൊക്കെ. അതായത് ഈ വാമൊഴിയായിട്ടാണല്ലോ അധികവും അവിടുത്തെ പാട്ടുകൾ. എനിക്ക് ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത്. അവിടെ ഒരു പാട്ട് പാടിച്ചാൽ അവർക്ക് പൈസ കൊടുക്കുകയും അവർ പാടാൻ ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പല ആളുകളെയും പല വീട്ടുകാരെയും തന്നെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചത്. അവരെ യാതൊരു തടസ്സവും കൂടാതെ പാട്ട് പാടുന്നു. കാരണം എന്താണ്, ഉടനെ തന്നെ അവരെ അത് ആക്സസ് ചെയ്യും. ഞാൻ ആക്സസ് ചെയ്യും, അത് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കുന്നു. അപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ് അവർക്കുള്ളത് കൊണ്ട് ഇല്ലാത്ത പാട്ടുകളും അവർ ഉണ്ടാക്കി പാടി അന്ന് വന്നു. അങ്ങനെ വന്നപ്പോൾ ഉമ്മായും ബാപ്പയും മക്കളും എല്ലാം അധികം ഒരേ പാട്ട് പാടുകയും അതൊക്കെ ഞാൻ കാസറ്റിൽ നിന്ന് എടുക്കുകയും അത് പിന്നീട് മലയാളത്തിൽ എഴുതിയെടുക്കുകയും ചെയ്തിട്ടാണ് വെച്ചത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുള്ളിപ്പറവയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നമ്മൾ പണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉമ്മമാരൊക്കെ പാടിത്തരുന്ന പാട്ടുകളാണ് ഈ കൊത്തല്ലി കൊത്തല്ലി പുള്ളിപ്പറവേ അതുപോലുള്ള ഗാനങ്ങൾ. അപ്പോൾ ഈ കൊത്തല്ലി, ഇപ്പോൾ കൊത്തല്ലി കൊത്തല്ലി പുള്ളിപ്പറവേ കൊത്തിക്കുടി എന്ന ഓമൽ പറവേ
ഷേക്ക് പള്ളിയാറ്റും മുട്ടത്ത കീളും അടി കാണാ ബഹറിയിലും നൂലിട്ട് നുക്കി എവിടെയുണ്ടും കൊത്താത്തോൾ പുള്ളിപ്പറവേ കൊത്തിക്കുടി എന്ന ഓമൽ പറവേ. പഴം വറുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ ചൂണ്ട എറിഞ്ഞു. ചൂണ്ടയില് പ്രഭ മത്സ്യം വന്ന് കുടുങ്ങുന്നത് ഇതുപോലെ തന്നെയാണ്. അവൻ കൗമാരപ്രായമുള്ളവൻ, അവൻ പ്രേമത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ പെണ്ണ് കടപ്പുറത്ത് എന്ത് ചെയ്യുന്നു? ചരതം കളിക്കുകയാണ്, നൃത്തം ചെയ്യുകയാണ്. മറ്റൊരു സ്ഥലത്തില് ദ്വീപിൽ തന്നെയുള്ള വേദിയിൽ അവൾ നൃത്തം ചെയ്യുകയാണ്. കടപ്പുറത്ത് അവളെയാണ് വർണ്ണിക്കുന്നത്, അവളെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചെടുക്കാവുന്നതാണ്. ഇത് സാഹിത്യ നിരൂപണത്തിന് ടെക്നിക്ക് അതിലാണ് വന്ന് വീണ്ടും ഇവൻ പുള്ളിപ്പറവ പറയും. കാരണം എന്താ, ഇത് പുള്ളിപ്പറവല്ല, അവന്റെ ഉള്ളിലുള്ളത് എന്താണ്? അതാണ് കാമുകിയുടെ സ്വരൂപമാണ്. ആ കാമുകി കടപ്പുറത്ത് ചരിതം കളിക്കുന്നു, അവൾ വിദ്യയാണ്, അവൾ ബുദ്ധിയുള്ളവളാണ്. പിന്നെ അതാ ആ വേദിയില് അവൾ വന്ന് ഇട്ടാട്ടം തുള്ളുന്നു, അതാ നൃത്തം കളിക്കുന്നു, അവളുടെ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത്. ആ കുട്ടിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുള്ളിപ്പറവയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല സ്ഥലത്തും പ്രോഗ്രാമൊക്കെ നടത്തിയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്ത, ഒരുപാട് ആവേശത്തിൽ അവർ കൂടിപ്പാടുകയും പലരും എന്നോട് ഫോൺ ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞ് പോയതിന് ശേഷവും ഞങ്ങൾ വീട്ടിൽ പോകുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഞങ്ങളെ വായിന്നറിയാതെ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അന്നബിട് അന്നബിട് ഏ ഗുണീസ നിന്നവനോട് പറേ ഗുണീസ അന്നാ ബാപ്പ അന്നാ കൂടെ ചൊല്ലുണ്ട മോനെ നീമ്പോയൊരു നോളയെങ്കിലും പറ്റോണ്ട് പാടുണ്ടും അന്നബിട്. ഈ പാട്ട് കൽപ്പനയിലെ മനോഹരിയായ ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി ഈ പാട്ട് പാടി ഡാൻസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗാനമായിട്ടാണ് ഞാനത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് അർത്ഥവിധാനങ്ങൾ അതിലുണ്ട്. ഒന്ന്, കടലും ദ്വീപും തമ്മിലുള്ള ബന്ധം, അത് കരയിൽ നിന്ന് കടലിലേക്ക് ചൂണ്ടയെറിഞ്ഞ് മീൻ പിടിക്കുന്ന സമ്പ്രദായമാണ് അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ വിടർന്നു വരുന്ന ആശയം വളരെ വിശാലമായ ആശയമാണ്. ഈ മീനിന് ചൂണ്ടയെറിഞ്ഞു, ആ ചൂണ്ട ചെന്ന് കൊളുത്തിയിരിക്കുന്നത് ഒരു ചെറിയ ഒരു മീനാണ്, മഞ്ഞാൻ എന്ന് പറയുന്ന മീനാണ്. ഈ മഞ്ഞാൻ അവന്റെ വായ മുറിഞ്ഞു പോവുകയും ചോര വരികയും ചെയ്തു. അപ്പോൾ അവൻ പറയുന്നത് എന്താണ്? ചൂണ്ടയോട് പറയുകയാണ്, എന്നെ വിട്ടേക്കൂ, എന്നെ രക്ഷപ്പെടുത്തൂ, എൻ്റെ വായിൽ നിന്ന് ചോര വരുന്നു, വേദന ഉണ്ടാകുന്നു, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു. പറയുമ്പോൾ അവൻ പറയുന്നത് എന്താണ്? കടലിന് വെളിയിൽ ഒരു മുക്കുപാലം നിൽക്കുന്നുണ്ട്, അവനോട് പറഞ്ഞാൽ മാത്രമേ നിന്നെ രക്ഷപ്പെടുള്ളൂ. കാരണം ഞാനാണ് നിന്റെ മുമ്പിൽ ഉള്ളത്, എങ്കിലും എനിക്ക് നിന്നെ രക്ഷിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. അപ്പോൾ നമ്മൾ ചിന്ത വരുന്നു. ഈ ചിന്ത വരുന്നത്, കടലെന്ന് പറയുന്നത് അവിടെ നമ്മൾ യഥാർത്ഥ ജീവിതമാണ്. ആ യഥാർത്ഥ ജീവിതത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് ഈ ദൈവമാണ്. ദൈവത്തിൻ്റെ വായു അല്ലെങ്കിൽ ദൈവം തന്ന പ്രാണൻ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രാണൻ എന്താണെന്ന് അറിയില്ല. ഇതുപോലെ ഈ എന്താണ് പറയുക, തങ്കീസ്, ദ്വീപഭാഷയിൽ തങ്കീസ് എന്ന് പറയും. ആ തങ്കീസ് പ്രത്യേകത, അതൊരിക്കലും തങ്കീസ് കടലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ കളറും കടലിന്റെ കളറും ഒന്ന് തന്നെയാണ്. അതുപോലെ ദൈവം നമുക്ക് പ്രാണൻ തന്നു, ആ പ്രാണൻ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എപ്പോൾ അവൻ പ്രാണൻ വലിച്ചെടുക്കുന്നു എന്ന് വെച്ചാൽ ആ സമയത്ത് മരിച്ചു പോകുന്നു. അപ്പൊ അത് ശരിക്കുമുള്ള ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഏറ്റവും മനോഹരമായ ഒരു റിച്ചായിട്ട് വന്നെടുക്കുന്ന കാരണം അതാണ്. ഇങ്ങനെ വളരെ റിച്ചായിട്ടും അതുപോലെ വളരെ ഫ്ലോറി ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അവിടെ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും താങ്കളുടെ ആ ഒരു പരിശ്രമം കൊണ്ട് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ കാരണം പലതും ആ പാടിയിട്ടുള്ള ആളുകൾ ഇന്നില്ലല്ലോ.
പലരും ദ്വീപിനെ നോക്കി കാണുന്ന അവിടെ ഒരുപാട് സൂഫി ആചാര്യന്മാർ മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ആ സൂഫി സാന്നിധ്യം നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ ഗുണിസ എന്ന് പറഞ്ഞ പാട്ട് പറഞ്ഞു, അതിലൊക്കെ അത്തരത്തിലുള്ള സൂഫി ആശയങ്ങൾ പ്രതിഫലിക്കുന്നില്ലേ? ലക്ഷദ്വീപിൽ 2 സൂഫി പ്രസ്ഥാനങ്ങളുണ്ട്. ഒന്ന് മൊഹിദ്ദീൻ ഷേഖ് തങ്ങളിൽ നിന്നുള്ള സൂഫി പ്രസ്ഥാനവും മറ്റൊന്ന് റിഫായ് ഷേഖ് തങ്ങളിൽ നിന്നുള്ള സൂഫി പ്രസ്ഥാനവുമാണ്. ദ്വീപുകാരെ ഒരു വിഭാഗം ആളുകൾ ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവരെ മുരീദന്മാരെന്നാണ് പറയുക. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അവർ ഈ പള്ളികളിൽ കൂടിയിരുന്ന് ഈ പാട്ടുകൾ പാടും. അറബിയിലുള്ള പാട്ടുകളും മലയാളത്തിൽ തന്നെയുള്ള പാട്ടുകളും ഹിന്ദുസ്ഥാനിയിലുള്ള പാട്ടുകളും പാടിയാണ് അവർ ദിക്ർ ചെയ്യുക. അപ്പോൾ പെണ്ണുങ്ങളും അവിടെ പോകും, 2 സൈഡിലും പെണ്ണുങ്ങളും അവിടെ സാന്നിധ്യമുണ്ടാകും. അവിടെ സൂഫി ആരെങ്കിലും ഒരു തങ്ങന്മാരുണ്ടാകും. അവർക്ക് ഈ മുരീദന്മാർക്ക് സൂഫി പ്രസ്ഥാനത്തിൻ്റെ വശങ്ങൾ, ദൈവമുണ്ട്, അങ്ങനെ ആരാധന നടത്തണം, അതെല്ലാം ഉള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേസമയം ഇങ്ങനെ ദഫ് കൊണ്ട് മുട്ടി ഇരുന്നും എഴുന്നേറ്റ് നിന്നും ഒക്കെ ഉള്ള ഇനി ദഫൊന്നും ഇല്ലാതെയും അവർ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു കൂട്ടർ കോൽക്കളി, പരിചകളി തുടങ്ങിയവ ഒക്കെ വേണ്ടി പോകും. ഇനി മറ്റൊരു കൂട്ടരാണെങ്കിലോ ഈ പറഞ്ഞ തോലിപ്പാട്ടിന് വേണ്ടി പോകും. അപ്പോൾ എല്ലാ ആളുകളും ഈ കൾച്ചറുമായി ബന്ധപ്പെട്ടിരുന്നു പണ്ടത്തെ ദ്വീപുകൾ. എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്ന സന്തോഷം എന്താണ്? കലാരൂപങ്ങളുമായിട്ട് അല്ലെങ്കിൽ പാട്ടുകളായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് എപ്പോഴും മാനസികമായ സന്തോഷം അവർക്ക് ലഭിച്ചിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ആത്മീയ ഉണർവ് ഉണ്ടായിരുന്നു. ആര് ദ്വീപിൽ വന്നാലും ആദ്യം കൊണ്ടുപോയി കാണിക്കുന്നിടം സൂഫി പ്രസ്ഥാനത്തിൻ്റെ ഹെഡായ സെയ്ദ് മുഹമ്മദ് ഹാസിം എന്ന് പറയുന്ന തങ്ങളുടെ കുളിക്കര എന്ന് ദ്വീപുകാർ പറയും, കരയിൽ മൗസോളിയം എന്ന് പറയും ഇംഗ്ലീഷിൽ. അവിടെ കൊണ്ട് കാണിക്കും. അവിടെ ഉജ്ര എന്ന് പറയുന്ന പള്ളി എല്ലാ ദ്വീപിലും ഉണ്ട്. ആ ഉജ്രായിൽ കവരത്തിയിലുള്ള ഉജ്രായുടെ മുമ്പിലാണ് സയ്യിദ് മുഹമ്മദ് ഹാസിം വലിയുള്ളയുടെ കുളിക്കര നിലനിൽക്കുന്നത്, മക്ബറ നിലനിൽക്കുന്നിടം അവിടെയാണ്. അപ്പോൾ അവിടെ അതിമനോഹരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വളരെ അത്ഭുതകരമായ കൊത്തുപണിയാണ് ഇത് കാണേണ്ടത്. അത് കാണാനും ഈ വലിയുള്ളയുടെ മഖ്ബറ കാണാനും വേണ്ടിയാണ് അവിടേക്ക് പോകാറുള്ളത്. ഖിൽത്താൻ ദ്വീപിൽ ഉജ്ര പള്ളിയിലെ ദിക്ർ കാണാൻ വേണ്ടി പോയിട്ട് അന്നത്തെ മലബാർ കലക്ടർ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണ്, ഇവർ തൃശൂലം എടുത്ത് കിളിക്കും, ഇവിടെ കിളിക്കും, ഇവിടെ കിളിക്കും, ഇവിടെ കിളിക്കും, ഇങ്ങനെ അങ്ങനെ എല്ലായിടത്തേക്ക് കിളിക്കും. അപ്പോൾ വന്നിട്ട് ഇത് വെട്ടും, വാൾ കൊണ്ട് വേണ്ടത് വെട്ടും. അപ്പോൾ എല്ലാം കഴിഞ്ഞാലും ഇവർ ചോര വരാറില്ല. അപ്പോൾ അദ്ദേഹം തന്നെ നോക്കി അത് ശരിയാണോ? അപ്പോൾ ശരിയാണല്ലോ, ശരിയാണെന്ന് കാണുകയും അത് തുരുമ്പിടിച്ചതാണ് ഉപകരണങ്ങളൊക്കെ. ഇവർ ഉപയോഗിക്കുന്ന വാളുകളും മറ്റ് ഈ തൃശൂലവും ഒക്കെ തുരുമ്പ് പിടിച്ചതാണ്. എന്നാൽ പോലും ഒന്നും വരുന്നില്ല. അപ്പോൾ അവളെ ഉസ്താദ് അവളെ ചെയ്ത് എടുത്ത് കൈ കൊണ്ട് തലോടി പോയാൽ എല്ലാം പ്രശ്നമല്ലാതെ തീരുകയാണ്. എല്ലാ സാഹിബല്ല, മറ്റൊരു സാഹിബ് അത് എഴുതിയിട്ടുണ്ട്. അത് മദ്രാസിൽ ആർക്കീവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ എഴുതിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോകത്തിൽ പലയിടത്തിലും പോയിട്ടുണ്ട്. ഈ ദ്വീപിലെ സൂഫിവര്യന്മാരുടെ ഖറാമത്താണ് ദ്വീപുകാർ പറയുക. അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇത്ര വലിയൊരു അത്ഭുതം എവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധ്യാത്മിക രഹസ്യങ്ങൾ ഈ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണല്ലോ. ഞാനൊക്കെ എൻ്റെ ഉമ്മയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആദ്യകാലത്ത് ഇവർ കുറച്ച് സ്ത്രീകൾ കൂടിയിട്ട് കടപ്പുറത്ത് സംസാരിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു നോട്ട് പുസ്തകമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികൾ പോയിട്ട് അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ഇവർ സംസാരം നിർത്തുകയും
അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കളിച്ചോ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയേണ്ട. അപ്പോൾ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഇത്തരം ആധ്യാത്മിക കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നത്. ഈ പുസ്തകമൊക്കെ ഞാനൊക്കെ കട്ടെടുത്ത് നോക്കിയിട്ടുണ്ട്, ഇതിൽ എന്താണ് എഴുതി. അപ്പോൾ അറബിയിൽ കുറേ അക്ഷരങ്ങളും അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, ഞാനൊരു ചിത്രകാരൻ ആണെന്നുള്ള രീതിയിലേക്ക് എനിക്ക് പിന്നീട് സഹായകരമായിട്ടുള്ളൊരു സാധനം, ഈ ഹ്യൂമൻ അനാട്ടമി ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ട് അതിലിപ്പോൾ ഈ 7 ചക്രാസ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ, അനാഹത, മറ്റേ മൂലാധാര, ഇതുപോലെ അറബിയിൽ ഈ അമ്മാറത്ത്, ലവ്വാമത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7 സ്റ്റേജുകളായിട്ട് ഹ്യൂമൻ ബോഡിയെ ഇങ്ങനെ തിരിച്ചിട്ട് എഴുതുകയും. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, കാരണം ഇത്തരം അറിവുകളാണ് ഇവർ പള്ളിയിൽ പോയി നമ്മളിവരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇവർ എന്തിനീ പള്ളിയിൽ പോകുന്നത്, ആണുങ്ങൾ പോയി നിസ്കരിക്കാനുള്ളതെന്നൊക്കെ നമ്മളിങ്ങനെ കമൻറ്റ് ചെയ്യുമെങ്കിലും ഇവർ പോയി പിന്നീട് പഠിച്ചിരുന്ന കാര്യങ്ങൾ ഇത്രയും വിലപ്പെട്ടതും വളരെ റിച്ചായിട്ടുള്ള ഒരു സാധനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ കേൾക്കാത്ത രൂപത്തിൽ അവർ ചെയ്യും എങ്കിലും ഐശ്വര്യ മുത്തുകോയ തങ്ങൾ അദ്ദേഹം ഇതെല്ലാം കവിതയായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വാജിബാത്ത് മാല എന്ന് പറയുന്ന ഇതിൽ ഈ പറഞ്ഞ എല്ലാ ഇതും ഓരോ എല്ലാം അത് വിശദീകരിച്ച് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഈ രാത്രി കാലങ്ങളിൽ കടപ്പുറത്ത് പോയി ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിക്കും, അവിടെ ഇരുന്ന് ഈ പാട്ട് പാടുകയും വാജിബാത്ത് മാല പാടുകയും അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിജ്ഞാനം എല്ലാവർക്കും ചേരുക, പെണ്ണുങ്ങൾക്കും ചെയ്യാം ആണുങ്ങൾക്കും ചെയ്യാം എന്ന ഒരു സംസ്കാരമാണ് ശരിക്കും നിലനിന്നിരുന്നത്. ഐശ്വര്യ മുത്തുകോയ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് യൂസുഫ് ഖിസ്സ പോലെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ടല്ലോ, അവരുമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം മാഷിന് ഉണ്ടോ? അല്ല, ഐശ്വര്യ മുത്തുകോയ തങ്ങളുടെ കൃതികളെല്ലാം ഞാൻ വായിച്ചിട്ടുള്ള ആളാണ്. കാരണം അന്തോത്തിൽ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സ്ഥലത്ത് പോവുകയും അദ്ദേഹത്തെക്കുറിച്ച് അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു കവിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ചും അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ശേഷം വന്ന ആളുകൾ ഈ മാലപ്പാട്ടുകൾ മാത്രമേ അച്ചടിച്ച് കാണുന്നുള്ളൂ. അത് വലിയൊരു നഷ്ടമായി നമുക്ക് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടന്ന സംഭവം എന്താണെന്ന് ഇപ്പൊ ചോദിച്ചാൽ അറിയില്ല. അതിനും പ്രാധാന്യമുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടില്ല. അക്കാറ്റും കാറ്റില്ല ഇക്കാറ്റും കാറ്റില്ല കീളാവടക്കെ പോയി വീശി അടിയല്ലാ കാറ്റേ. ഈ കാറ്റുവിളി എന്ന് പറയുന്നത് ദ്വീപിൻ്റെ ആത്മാവാണ് കാണിക്കുന്നത്. അവിടെ ജീവിക്കുന്ന ആളുകൾ, പെണ്ണുങ്ങൾ, കുട്ടികൾ അവരുടെ ജീവിതം നിലനിർത്തണമെങ്കിൽ ഈ ഓടം മംഗലാപുരത്തോ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഒക്കെ ജീവിതമുള്ളൂ. കാരണം ആ കടലിൽ ദ്വീപിൽ എന്ന് പറഞ്ഞാൽ മീനും തേങ്ങയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ കരയിൽ നിന്ന് വരണം. മകൾക്ക് കല്യാണമാണ്, കല്യാണത്തിന് വേണ്ടി ആഭരണങ്ങൾ എല്ലാം കരയിൽ നിന്ന് വരണം. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷയാണ്. ഒരു ഓടത്തിൻ്റെ ഈ പാമരം കാണുന്നത് ഒരു അതിഭയങ്കരമായ ഉത്സാഹത്തോടു കൂടിയാണ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എല്ലാവരും വിളിച്ച് പറയും ഓടം വരുന്നു എന്ന് പറയുകയാണ് അവരെ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇത് പഴയ ദ്വീപിന്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം നോക്കും. മാത്രമല്ല ഇനി ഇവർ വന്നില്ലെങ്കിലോ, ഇവർ വരാത്ത എന്താണ് കാരണം? വർഷകാലമായി പോയി കുടുങ്ങിപ്പോയി കരയിൽ. അപ്പോൾ അവർക്ക് വളരെ ദുഃഖമുണ്ടാകുന്നു. എന്താ അവർ ജീവിച്ചിരിപ്പുണ്ടോ, അല്ല ദ്വീപിൽ കുടുങ്ങിപ്പോയോ, അല്ല കരയിലുള്ള കാണിപ്പോണോ, എന്നിട്ട് അടുത്ത വർഷകാലം കഴിഞ്ഞാൽ അതുവരെ അവർ കാത്തുകൊണ്ടിരിക്കണം. വിവരം കൈമാറാൻ യാതൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഴയ ദ്വീപിന്റെ യഥാർത്ഥ ചിത്രം ഈ പാട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മീൻപിടുത്തമാണല്ലോ ദ്വീപുകളിലെ മെയിനായിട്ടുള്ള ഒരു. തീർച്ചയായും. അപ്പോൾ അവരുടെ കടലറിവുകൾ, കടലിലെ മീനുകളെ കുറിച്ചൊക്കെയുള്ള അവരുടെ വിവരണങ്ങൾ, അത്തരം സാധനങ്ങൾ ഈ പാട്ടിൽ ഉണ്ടാവാറില്ല? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഞോളകളത്തിൽ വെളുത്തോനും പാളി വരുന്ന കറുക്കനും കുറുകുറു കറട്ടിയും വെള്ളക്കുളുവലും കോലാനും മുരലായി
ഇങ്ങനെ എല്ലാത്തിനും ചെറിയ മീനുകളും വലിയ മീനുകളുമുണ്ട്, വലിയ മീനുകളുമുണ്ട്. അതിൻ്റെ എല്ലാത്തിനും സ്വഭാവം ഈ പാട്ടുകളിൽ ഉണ്ട്. ഒരു ചെറിയൊരു പാട്ടാണിത്. നേരെ മറിച്ച് മറ്റ് പാട്ടുകൾ രണ്ടാമത് ഇറക്കിയ പുസ്തകത്തിൽ കാണാം. സ്രാവ് എന്ന് പറയുന്ന എത്രയോ ജാതി സ്രാവുകളുണ്ട്. ആ സ്രാവിൻ്റെ അതിൻ്റെ ക്രൂരത, അതിൻ്റെ ശക്തിപ്രകടനം എല്ലാം ഉൾക്കൊള്ളുന്ന പാട്ടുകൾ രണ്ടാമത് പുസ്തകത്തിൽ ഉണ്ട്. അപ്പോൾ ദ്വീപുകാർക്ക് ഈ കടലുള്ള അറിവ് വളരെ കൂടുതലാണ്. അവർ കടലിൽ പോവുകയും മത്സ്യങ്ങൾ പിടിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങൾ അതിൽ അവർ പാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കബഡി പറക്കാൻ വേണ്ടി പോകുന്നു, നാലുമ്മമാരുടെ കഥ, അത് മീൻ പിടിക്കാൻ പോകുന്നതാണ്. മറ്റൊരു കഥയുള്ളത് കടല് ഈ കബഡി മുത്ത് ഇതൊക്കെ പറക്കാൻ പോകുന്നതിനെ കുറിച്ചും പാട്ടുകളുണ്ട്. ലോക സാഹിത്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഓൾഡ് മാൻ ആൻഡ് ദ സീ. അപ്പോൾ ഈ കടലും മനുഷ്യനും അല്ലെങ്കിൽ കടൽ മീനും മനുഷ്യനും ഇവർ തമ്മിലുള്ള സമ്പർക്കങ്ങൾ ഒരുപാട് ഇതുപോലുള്ള കഥകളിലും മാഷ എഴുതിയിട്ടുള്ള പല കഥകളിലും അല്ലേ. ഇവിടെ ഒരു പ്രശ്നം വന്നു പോയത് ദ്വീപുകാർക്ക് എന്ത് പറ്റിയിട്ടില്ല എന്നാൽ ഇവര് ഈ ഇന്ത്യ രാജ്യത്തിൽ ഈ 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ വെളിച്ചം ദ്വീപുകാർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്താ, ദ്വീപിലൊരിക്കലും നോവൽ ഉണ്ടായിട്ടില്ല, ചെറുകഥകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് കാരണം അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുന്നത് 1960 ശേഷം മാത്രമാണ്. മോഡേൺ എഡ്യൂക്കേഷൻ തന്നെ ലഭിക്കുന്നത് അടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവർക്ക് കാലഘട്ടത്തിനനുസരിച്ച് മാനസികമായ വളർച്ച ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവരുടെ അനുഭവം, കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അവർ ആ ഒരു പാട്ടിൽ വരുന്നുണ്ട്. പക്ഷേ ഈ പുതിയ ചിന്താഗതിയും പുതിയ കലാരൂപങ്ങളും അതിലേക്ക് ദ്വീപുകാർ വളർന്നു വന്നിട്ടില്ല. അതവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാലത്തിൽ 6 മാസം മാത്രമേ കരയിൽ നിന്ന് വൻകരയിലേക്ക് വരുള്ളൂ. 6 മാസം വന്നാലേ വരുന്നത് ആരാണ്? ഇവരുടെ റിപ്രസെന്റേറ്റീവ്സ് ആണ്. എല്ലാ ജനങ്ങളും വരില്ല. ദ്വീപിൽ ജനിച്ച് ദ്വീപിൽ തന്നെ ജീവിച്ച് ദ്വീപിൽ തന്നെ മരിക്കുന്നവരായിരുന്നു അന്നത്തെ കാലഘട്ടത്തുണ്ടായത്. പക്ഷെ അവർക്ക് അവിടുത്തെ ജീവിതം സുഖകരമായിരുന്നു. എന്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും ഏതെങ്കിലും തലയിലുള്ള കലയിൽ ഏതെങ്കിലും തരത്തിലുള്ള കലകൾ, ഒന്നെങ്കിൽ സൂഫി മാർഗത്തിലുള്ള ധാരപ്പാട്ടിന് പോകും, മറ്റൊരു കൂട്ടർ ധോലിപ്പാട്ടിന് പോകും, മറ്റൊരു കൂട്ടർ ഈ പറയുന്ന കോൽക്കളി പരിചകളി, മറ്റൊരു കൂട്ടർ ഈ പാടിപ്പറയുന്ന പരിപാടിയുണ്ട്. ഇന്ന് നമ്മൾ കഥാപ്രസംഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടായ എന്താണ് ഈ പറയുന്ന പാടിപ്പറയൽ, അത് വലിയ രൂപമാണ്. അപ്പൊ അതൊക്കെ വളരെ ആസ്വാദ്യമാണ്. അവർ കരയിൽ നിന്ന് ഓടത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് അവർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ല, അവർക്കുള്ള ആട്, പശു മാത്രമല്ല, കോഴി എന്ന് മാത്രമല്ല, അതാത് കാലഘട്ടത്തിൽ അതാത് കൊല്ലം ഇറങ്ങിയിട്ടുള്ള അറബി മലയാളത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വാങ്ങിച്ചു കൊണ്ടുപോകുമായിരുന്നു. അവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ മൊഹീദ്ദീൻ മാല എങ്ങനെ പ്രചരിച്ചിരുന്നു അതിനേക്കാളും കൂടുതലായി ദ്വീപിലെ എല്ലാ വീട്ടിലും മൊഹീദ്ദീൻ മാല അന്തി കഴിഞ്ഞാല് വിളക്ക് കൊളുത്തി കുട്ടികളെല്ലാവരും കൂടി എന്ത് ചെയ്യും, മൊഹീദ്ദീൻ മാല പാടും. പിന്നെ മറ്റൊരു കൂട്ടരാണെങ്കിലോ റിഫായി മാല പാടും. അപ്പൊ അത് അന്ന് നടന്നിന് മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ജീവിതത്തിൽ അവര് പള്ളി ഓടത്തിൽ യാത്ര ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യും, ഈ റിക്ക് ചെയ്യുകയും ഈ പാട്ടുകളെല്ലാം പാടുകയും മാത്രമല്ല കഥകൾ, പുതിയ കഥകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞ് അവർക്ക് എപ്പോഴും സന്തോഷകരമായ ആയിരുന്നു അവളുടെ ജീവിതത്തിന്റെ പ്രത്യേകത. കടലറിവുകളെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു പാട്ടിൽ ഇങ്ങനെ കാണാം, 4 ഉമ്മമാർ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ കയ്യിൽ ഈ ഇരുമ്പുണ്ട്, മീനിനെ കുത്തിയെടുക്കുന്ന ഇരുമ്പും കോട്ടയും ഒക്കെ ആയിട്ട്. തന്തോ തന അല്ലെ, തന്തോ തന തന തിന്തി തിമി തിമി കേട്ടോ അളിമൊളി കുളലിയാളെ 13 പദം പുലർന്ന കൊട്ടയൊന്ന് പണിതോരുക്കി മലയാങ്ങുമ്മുടഞ്ഞ കൊട്ട റഹിയത്തുമ്മ തലയിൽ വെച്ച്
വളഞ്ഞ കോലും എടുത്ത് നച്ച നടന്നു പത്തിറ് അവ നാലാളും. അങ്ങനെ തുടങ്ങുന്നുണ്ട്. 4 ഉമ്മമാർ. ഈ വളഞ്ഞ കോലം എന്ന് ഉദ്ദേശിച്ച ഒരു മീനിനെ കുത്തിയെടുക്കാൻ വെച്ചിട്ടുള്ള ഇരുമ്പിന്റെ കോലായിരിക്കും. ഇതായിട്ട് പോകുന്ന ഒരു കഥ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ മരുമോന് വേണ്ടി പൊരിക്കാൻ ഇതാ കൂട്ടം കൂട്ടം കുറിസി കണ്ടാൽ ഹൂഹു ചൊല്ലും നച്ചാവും. ഒക്കെ വളരെ കുറിസി എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് സ്റ്റേറ്റ് മത്സ്യമാണ്. ചിത്രശലഭത്തിന്റെ രൂപമുള്ള കുറിസി മത്സ്യമാണ് ദ്വീപിലെ സ്റ്റേറ്റ് മത്സ്യമായിട്ട് പറയും. ഭയങ്കര ഭംഗിയുള്ള ഒരു മീനാണ്. മാത്രമല്ല മറ്റൊരു കാര്യം മനസ്സിലാക്കുന്ന, പുരുഷന്മാരെ പോലെ തന്നെ ആ കാലത്ത് സ്ത്രീകളും പോയി കടലിൽ ഇപ്പോഴും പോകുന്നുണ്ട്. ഈ ലഗൂണിന്റെ അകത്ത് പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? ലഗൂൺ എന്ന് പറഞ്ഞാല് ഇവിടെ റിവർ പോലെയാണ്, ഇവിടെ പുഴ പോലെയാണ്. അവിടെ കുഴപ്പമൊന്നുമില്ല. കുളം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ലഗൂൺ ഉള്ളത്. ആ ലഗൂണിന്റെ അകത്ത് പെണ്ണുങ്ങൾ ഇപ്പോഴും നാടുകൾ അതുപോലെ വളരെ രസകരമായ അനുഭവങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ്വീപുകളെ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഓടം എന്നുള്ളത്, പായോടം. അപ്പോൾ ഈ ഓടത്തിൽ ആളുകൾ വൻകരയിലേക്ക് പോവുകയും തിരിച്ചു വരാൻ പറ്റാതെ കുടുങ്ങിപ്പോവുകയും പാടുവരി പടുക എന്ന് പറയുന്നത്. അതിന് പാടുവരി പാട്ടുകൾ എന്ന് പറയുന്നത് ആ ശ്രേണിയിൽ തന്നെ പാട്ടുകൾ ഉണ്ടാവില്ലേ? അതിനെ കുറിച്ചൊന്ന്. ഈ പാടുവരി പാട്ടുകളിൽ കരയിൽ കുടുങ്ങിപ്പോയതിനു ശേഷം പാട്ടുകൾ ഉണ്ട്. ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള പാട്ടുകളും ഉണ്ട്. 2 ഉണ്ട്. എല്ലാ ദ്വീപിലും ഈ പാട്ടുകളുണ്ട്. പക്ഷേ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് 3 പാട്ടുകൾ മാത്രമാണ്. അത് കിൽത്താൻ ദ്വീപുമായി ബന്ധപ്പെട്ട് ആണ് ഉണ്ടായത്. അതെ അതെ. ഇപ്പോൾ ഇതിൽ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്നത്, ആയ സമയത്ത് 4 ഓടം ഒന്നിച്ച് വിട്ടപതിയാണേ കിളുത്തൻ, ഓട്ടത്തിൽ വഴിവിട്ട് നോട്ടത്തിൽ മുന്നും പിന്നും മായാനേ, സുഖമായ കാറ്റ് വടക്കേ പുറത്തിന്ന് വിഷിയടിച്ചാനേ, സുഖത്തിൽ സന്തോഷത്താൽ പെണ്ണും കുട്ടികളും ചിലർ നൗമിൽ കിടന്നാനേ എന്നൊക്കെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുശേഷം വന്നവർ ഒരു അപകടത്തിൽ പെടുന്നു. സൈനബിയെ കണ്ടിടാതെ സൈനബിയെ ബാപ്പയും കരഞ്ഞ് കേട്ട് ലോകരാഗയും കരഞ്ഞൊളുകിക്കൊണ്ട്. അപ്പോൾ ചാടി യൂസുഫും മികതാറും കിടാവ് കോയ താനും ചെത്തിരി ചുടുതാമ്പുരയിൽ പെട്ടവരൊക്കെ ഉള്ള. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇയാള് ഇവിടെ രക്ഷിക്കുന്നു. എങ്ങനെ രക്ഷിക്കുന്നു? അപ്പോൾ ചിന്നക്ക് ചൊല്ലലായി അയ്യോ ഒരോടം കാണലായി, ചങ്ങാടമൊന്ന് കെട്ടണം അയുരുവേ പിടിക്കണം, തോണിയിൽ പെണ്ണും മക്കളും തഞ്ചത്തിൽ കയറ്റി യൂസുഫും തണ്ടും കൊണ്ടാടി പാടിയും അയുരുവേ പിടിക്കലായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ചങ്ങാട്ടം കെട്ടി പെണ്ണുങ്ങളും മക്കളും കയറ്റി ഒരു ഓടത്തിൽ വരുന്ന ഉരുവിനെ സമീപിക്കുകയും അവര് രക്ഷപ്പെട്ടു വരികയും ചെയ്യുന്നു. ഇത് കിൽത്തൻ ദ്വീപിൽ മാത്രമല്ല, എല്ലാ ദ്വീപിലും ഇത്തരം പാട്ടുകളുണ്ട്. ഇങ്ങനെ ദ്വീപിലുള്ള ഈ നാടൻ പാട്ടുകളെ അല്ലെങ്കിൽ നാടോടി പാട്ടുകളെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്? അതിനെങ്ങനെയാണ്? ആദ്യമായ അറ്റംപ്റ്റ് ആണല്ലോ ഞാൻ നടത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടുള്ള അറ്റംപ്റ്റിൽ നടത്തിയിരിക്കുന്നത് നമ്മുടെ കവിത പോലുള്ള ചെറിയ പാട്ടുകളെ ഒന്നായി തിരിച്ചു. പിന്നെ പാട്ട് കഥയും ഉൾക്കൊണ്ടുവരുന്ന പാട്ട് കഥകൾ തിരിച്ചു. പിന്നെ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട കഥകൾ, പല രാജാക്കന്മാർ വന്നു അവരുമായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്ന കഥകൾ ഉൾക്കൊള്ളുന്ന പാട്ടുകളാണ് മറ്റൊന്ന്. ഈ പാടുവരി പാട്ടുകൾ നേരത്തെ ഒന്നുണ്ട്. പിന്നെ മതപരമായ സംഗതികൾ ഉള്ളത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പുസ്തകം ഞാൻ എഴുതിയിട്ട് എത്രയോ വർഷങ്ങളായിരിക്കും, 10-15 കൊല്ലങ്ങളായി. അച്ചടിച്ച് വന്നിട്ട് 15 കൊല്ലങ്ങളായി. ഒരാൾ പോലും ഫർദർ റിസർച്ച് വലിയ സ്കോപ്പാണിത്. കാര്യമായിട്ട് ചരിത്ര പുസ്തകങ്ങളും ഒന്നും അതിൻ്റെയൊക്കെ അഭാവം ഉണ്ടല്ലോ നമ്മുടെ ദ്വീപിൻ്റെ ചരിത്രം പലപ്പോൾ ഇരുളടഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമാണ്. ആരും എത്തി നോക്കാൻ പറ്റില്ല. കാരണം ഈ പക്ഷേ ഒരു പരിധിവരെയെങ്കിലും ഈ പാട്ടുകളിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കണ്ണൂർ രാജാവിൻ്റെ ഭരണം
അറക്കൽ ഈ കണ്ണൂർ രാജാവ്, അതുപോലെ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ ഭരണം, പോർച്ചുഗീസുകാരുടെ ഭരണം, ഇതൊക്കെ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് പാട്ടുകൾ കൃത്യമായിട്ട്. അപ്പോൾ അതൊരു സാധ്യത തന്നെയല്ലേ അതിൻ്റെ ആ പാട്ടുകൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ സത്യത്തിൽ ദ്വീപിൻ്റെ ചരിത്രത്തിലേക്ക് കൂടെയല്ലേ? ദ്വീപിൻ്റെ ചരിത്രം നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന നാടൻ പാട്ടുകൾ വളരെ കൂടുതലുണ്ട്. അച്ചടിച്ച് ഇത് കുറഞ്ഞ മാത്രമേ ഉള്ളൂ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാടൻ പാട്ടാണ് ഈ ഓമനപ്പൂ എന്നത്. ഈ കണ്ണൂരിലെ രാജാവ് എൻ്റെ ഭാര്യ മരിച്ചുപോയി, നല്ലൊരു ഭാര്യയെ കിട്ടണമെന്ന് പറഞ്ഞ് രാജാവ് കത്ത് പോകുന്ന നാട്ടിൽ പെണ്ണില്ല പോലോ, ആള് പോകുന്ന നാട്ടിൽ പെണ്ണില്ല പോലോ, കുതിര പോകുന്ന നാട്ടിൽ പെണ്ണില്ല പോലോ, ആന പോകുന്ന നാട്ടിൽ പെണ്ണില്ല പോലോ. അപ്പോൾ എല്ലാ നടത്തേക്ക് ജനങ്ങളെ വിട്ട് ഈ മെസ്സഞ്ചേഴ്സിനെ വിട്ട് നല്ല ഭംഗിയുള്ള പെണ്ണാരെ അന്വേഷിച്ചു വന്ന് അവസാനം കിട്ടിയ വിവരം എന്താണ്? പൊന്നായ പൊന്നെല്ലാം കണ്ണൂർ നാട്ടിൽ, പെണ്ണായ പെണ്ണെല്ലാം അമ്മേനി നാട്ടിൽ എന്നൊരു വിവരമാണ് രാജാവിന് കിട്ടുന്നത്. അപ്പോൾ രാജാവ് ഈ പത്തേമാരി ദ്വീപിലേക്ക് അയക്കുകയും അവരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അവർ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ ഉമ്മ പറയുന്നത്, പൂവെന്ന് ചൊല്ലുന്ന പൂച്ചയുമില്ല, പൂവെന്ന് ചൊല്ലുന്ന കോഴിയുമില്ല ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ മടങ്ങി വന്നു. രാജാവിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. അവിടെ ഉമ്മ പറഞ്ഞത് ഇതാണ്, അവിടെ അങ്ങനെ ഒരു പെണ്ണുങ്ങില്ല, ഒരു പൂച്ചയ്ക്ക് പോലും പേര് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവരെ രാജാവ് കുത്തുവാൻ കുന്തവും വെട്ടുവാൻ വാളും കൊടുത്തിട്ട് സേനാ നായകനെ തന്നെ ദ്വീപിലേക്ക് അയച്ചു. അത് ദ്വീപിലെത്തിയപ്പോൾ ദ്വീപിലെത്തുന്നത് കെളുത്തൻ കടമം കഴിഞ്ഞിട്ടാണ് അമ്മേനിലെത്തുന്നത്. അപ്പോൾ ദ്വീപുകൾ എങ്ങനെ കിടക്കുന്നു എന്ന് നമുക്ക് ഈ പാട്ടിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ പോയി അമ്മേനിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ആളുടെ നാട്ടുകാർക്ക് മനസ്സിലായി ഈ പട്ടാള നേതാവ് വന്നിരിക്കുന്നത് കുന്തവുമായിട്ടാണ്, വാളവുമായിട്ടാണ്. അപ്പോൾ കീഴടങ്ങെ തന്നെ നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കി അവരെ ഈ പെണ്ണിനെ രാജാവിന് ദേഹത്തെ കൊടുത്തേക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഉമ്മ പറയുന്നത്, ഈ പെണ്ണിനെ ഇനി നമ്മൾ ഒരിക്കലും കാണില്ലല്ലോ. അപ്പോൾ ചെന്തങ്ങിൻ്റെ തൈയില്, ചെന്തങ്ങിൻ്റെ പുറത്ത് ഈ പെൺകുട്ടിയുടെ കുപ്പായം വന്ന് അഴിച്ച് അതിലേക്ക് ഈ കുപ്പായം ധരിപ്പിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് ഈ പെണ്ണിനെ കുറിച്ച് ഓർമ്മ വരുമല്ലോ. അതാല് ഈ ചെന്തങ്ങിന്റെ നിറമാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായത്. എന്നിട്ട് എന്ത് ചെയ്തു? അവര് ദ്വീപിലെ നിന്നും കരയ്ക്ക് വന്ന് രാജാവ് അദ്ദേഹത്തിന്റെ ഭാര്യയെ തലാ ചൊല്ലുകയും രാജാവ് കല്യാണം കഴിക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ദ്വീപിനോടുള്ള സ്നേഹം വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ നാട് കാണണം, അമേനിയിൽ പോകണം എന്ന് പറഞ്ഞ് അവിടെ പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഒരു ദിവസം കടൽത്തീരത്ത് രാജാവും പത്നിയും ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഊടല്ലി പൂവേ നിന്ന ഓട്ടം കാണിട്ട് മാറേ കുലുങ്ങി നടുവ് കുലുങ്ങി, അവിടുന്ന് പൂവപ്പോൾ ഓടിയൊരോട്ടം, കുത്തുകടലാസ് വേഗമെടുത്ത് മയ്യും കലമെല്ലാം വേഗമെടുത്ത്, പുന്നാരപ്പൂവന്ന് ഓടിയ നാടെല്ലാം പൂവിനായി ചാർത്തി കൊടുത്തു. രാജാവ് പരമാധികാരിയാണ് രാജാവ്. അപ്പോൾ ഇപ്പോഴും ആ വീട്ടുകാരുടെ കയ്യിൽ തന്നെയാണ് ഈ സ്ഥലങ്ങളുള്ള. അപ്പോൾ ചരിത്ര വസ്തുത എന്താണ് എന്ന് നമുക്ക് ഈ പാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ എല്ലാ രാജാക്കന്മാരും അവിടെ വലിച്ചു പോയ ടിപ്പുവിനെ കുറിച്ചും പാട്ടുകൾ ഇതിൽ തന്നെയുണ്ട്. പാട്ടുകൾ ചരിത്രപരമായ വസ്തുതകൾ നമുക്ക് ഇത്തരം പാട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.